ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മക്കൾക്ക് നേരത്തെ പോകണം. അങ്ങനെ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പോവുകയാണ്. ഇഡ്ഡലിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ളത്. പിന്നെ അവർക്ക് ലഞ്ച് കൊണ്ടുവേണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചോറും വെക്കണം. അങ്ങനെ ചോറിനുള്ള അരി അടുപ്പത്താക്കി. ഉപ്പേരി വെക്കുന്നത് ഇന്ന് വാഴയ്ക്കയാണ്. അവർക്ക് ഉപ്പേരി കൊണ്ടുപോകണം. ഇത് അത്ര ഇഷ്ടമുള്ള ഉപ്പേരിയൊന്നുമല്ല അവർക്ക്, എന്നാലും എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണ്ടേന്ന് വിചാരിച്ച് ഉപ്പേരി സെറ്റാക്കി അങ്ങനെ അവരെ പറഞ്ഞു വിട്ടു. പിന്നെ ഒരു 11 മണിക്ക് ശേഷമാണ് കറി വയ്ക്കാനുള്ള പരിപാടി നോക്കുന്നത്. ഇന്ന് പറമ്പിൽ നിന്ന് കുറച്ച് മുരിങ്ങ കിട്ടി. അങ്ങനെ മുരിങ്ങ എടുത്ത് തേങ്ങയൊക്കെ ചിരവി ഉള്ളിയൊക്കെ സെറ്റാക്കിയപ്പോഴാണ് മുളകില്ലല്ലോ എന്നോർത്ത് അങ്ങനെ നമ്മുടെ തോട്ടത്തിൽ തന്നെ നിൽക്കുന്ന അരിമുളക് അറുത്ത് ഇന്ന് കറി വയ്ക്കാനുള്ള പരിപാടി തുടങ്ങി. പിന്നെ ഇന്ന് ഒരു 4 കാല് കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാഴയുടെ ചോട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ കൂണ് കിട്ടിയിട്ടുള്ളത്. അതിന് തിളച്ച വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുരിങ്ങക്കറി സെറ്റായി കഴിഞ്ഞപ്പോൾ കൂണ് വയ്ക്കാനുള്ള പരിപാടി തുടങ്ങി. അതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് ഒരു 2 അല്ലി ചുവന്ന ഉള്ളി ഇട്ട് ഒരു തക്കാളി മുറിച്ചിട്ടിട്ട് ചെറിയ രീതിയിൽ ഇന്ന് കൂൺ കറി വയ്ക്കുകയാണ്. വളരെ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അതിന് ഒരു ചെറിയ രീതിയിൽ ഉണ്ടാക്കാമെന്ന് തോന്നി. അങ്ങനെ നമ്മൾ കൂൺ കറി സെറ്റാക്കിയ ശേഷം ലഞ്ച് വിളമ്പാൻ പോവുകയാണ്. ഏട്ടൻ ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറിട്ട് മുരിങ്ങക്കറി ഒഴിച്ച് സൈഡിൽ വാഴയ്ക്ക തോരനും അതിനിപ്പുറത്ത് കൂൺ കറിയും പിന്നെ ഇന്നലെ വറുത്ത സ്രാവ് മീനാണ് കേട്ടോ. എല്ലാം കൂടി ഇന്ന് ലഞ്ച് സെറ്റാക്കി.